കുർബാന വിവാഹ ലത്തീൻ വിവാഹ ക്രമത്തിലുള്ള മറ്റൊരു സംഗതിയാണ് എന്താണ് സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാൻ സന്നദ്ധരാണോ എന്നാണ് ചോദ്യം. സ്നേഹിച്ചും ആദരിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ലവ് എന്നുള്ള വാക്ക് മാത്രമല്ല അവിടെ ഉള്ളത്, റിസ്പെക്ട് എന്ന വാക്കും കൂടിയാണ്. സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാൻ സന്നദ്ധരാണ്. വിവാഹത്തിന് മുൻപ് അത് സന്നദ്ധരാണെന്ന് പറഞ്ഞാൽ വിവാഹം മുന്നോട്ട് പോവുള്ളൂ. ആ കല്യാണത്തിന്റെ കർമ്മം മുന്നോട്ട് പോകണമെങ്കിൽ സ്നേഹിക്കാൻ തയ്യാറാണോ ഇവനെ ഇവളെ, ആദരിക്കാൻ തയ്യാറാണോ, റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാണോ ഇവനെ ഇവളെ. അപ്പോ സ്നേഹം മാത്രമല്ല ദമ്പതികൾക്കിടയിൽ ഉണ്ടാവേണ്ടത്, റെസ്പെക്ട്, ആദരം. നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള ആദരത്തെക്കുറിച്ച് ഗൗരവമായി നമുക്കൊന്ന് ചിന്തിക്കാം. ലവ് ആൻഡ് റെസ്പെക്ട്. ഇനി തീർച്ചയായും നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ആദരത്തിൻ്റെയും ഫലമായി നിങ്ങൾക്ക് തമ്പുരാന്റെ വലിയ കൃപയാൽ സൃഷ്ടികർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളാവുന്നു. നിങ്ങൾക്ക് മക്കൾ ജനിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. മക്കൾ 128 സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായി അവിടെ സങ്കീർത്തനകർത്താവ് പറയുകയാണ്, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയും. എന്താണ് ഈ ഒലിവു തൈകളുടെ പ്രത്യേകത? ഒലിവ് തൈകൾ അത് ഇങ്ങനെ പൊട്ടിമുളച്ച് ഉണ്ടാകുന്ന തൈക്ക് ബലമൊന്നും ഉണ്ടാവില്ല. അതല്ല ശരിക്കും ഒലിവ് അവരെടുക്കുന്നത് ഒലിവ് വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒത്തിരി ശാഖകൾ ഇങ്ങനെ പൊട്ടി കിളിർത്തു വരും. നല്ല കരുത്തുറ്റ ശാഖകൾ. അതാണ് അവര് എടുത്ത് പ്ലാന്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഒലിവ് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഷൂട്ട്സ് ഉണ്ടല്ലോ, ഈ ഷൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ടാകും. അതാണ് ഒലിവ് ഒലിവ് മരത്തിന്റെ ഷൂട്ട്സ്, അതിലുണ്ടാകുന്ന ഷൂട്ട്സ്, ചുവട്ടിൽ കടക്കലുണ്ടാകുന്ന ആ ഷൂട്ട്സ് ഒത്തിരി ഉണ്ടാകും. നല്ല കരുത്തുണ്ടാകും, നല്ല പച്ചപ്പുണ്ടാകും. അപ്പോ നോക്കൂ, ഒലിവു തൈകൾ പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. നല്ല കരുത്തുറ്റ മക്കൾ, നല്ല ആരോഗ്യമുള്ള മക്കൾ, നല്ല എന്താണ് ഒലിവിന്റെ സവിശേഷതകൾ. ഒലിവിന്റെ സവിശേഷത നിങ്ങൾക്കറിയാം. സൗന്ദര്യവർദ്ധനവിന് ഉപയോഗിക്കുന്നതാണ് ഒലിവ്. ഫ്രഷ്നെസ്സിന് ഉപയോഗിക്കുന്നതാണ് ഒലിവ്. പിന്നെ ഒലിവ് ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ നല്ല നന്മയുടെ പ്രതീകമായിട്ടാണ് ഒലിവ് നിൽക്കുന്നത്. അവിടെയാണ് ഒലിവ് തൈകൾ പോലെ ആവട്ടെ നിന്റെ മക്കൾ എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള സങ്കീർത്തനുണ്ട്, 127 സങ്കീർത്തനം. അവിടെ എന്താ പറയുന്നേ? 3 വാക്യം, കർത്താവിന്റെ ദാനമാണു മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിന്റെ ദാനമാണു മക്കൾ. ഇന്ന് കല്യാണം കഴിക്കുന്ന ഞാന് കുറച്ച് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഞാൻ കെട്ടിച്ച ഒരു കപ്പിളിനെ മെല്ലെ ഞാനൊന്ന് തോണ്ടി. ഞാൻ അവരോട് സംസാരിച്ചു. വർഷം 2 അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളൊരു കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പൊ പറയാ, ഇച്ചിരി സാമ്പത്തികമായ ഇതൊക്കെ ഉണ്ട്, ഇച്ചിരി ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന്. അങ്ങനെ അവരങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്.
ഇപ്പോഴത്തെ ചെറുപ്പം ദമ്പതികൾ, കല്യാണം കഴിക്കാതെ പോകുന്ന ചെറുപ്പക്കാർ, അത് വേറൊരു വിഷയം. ഇനി കല്യാണം കഴിച്ചു വരുന്ന ദമ്പതികളുടെ ചിന്ത എന്താ? ഉടനെ വേണ്ട എന്നാണ്. കരിയറിസത്തിന്റെ പേരിൽ, സ്വാർത്ഥതയുടെ പേരിൽ, കഷ്ടപ്പെടാൻ മനസ്സില്ല എന്നുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുടെ പേരിൽ ഒക്കെ മക്കൾ ജനിക്കുന്നത് ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നവരാണ്. ഞാനപ്പോ ഈ കപ്പിളിനോട് ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങളുടെ ചിന്ത എന്താണ്? സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടായിട്ട് മക്കൾ വേണമെന്നാണോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ ബാങ്കിൽ എത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളാകാം? ഞാൻ ഇത്തിരി കടുപ്പിച്ചൊക്കെ ചോദിച്ചു, എത്ര ലക്ഷം ബാങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളാകാം? പ്രിയപ്പെട്ടവരെ, ദൈവത്തിലുള്ള ആശ്രയം വല്ലാതെ ക്രൈസ്തവരുടെ ഇടയിൽ കുറഞ്ഞു പോയിട്ടുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് കാണുന്നതൊക്കെ. നിങ്ങൾ പെരുകി വർദ്ധിക്കുവിൻ എന്ന് കർത്താവ് ശക്തമായിട്ട് പറഞ്ഞു. അതാണ് മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള കാര്യം. 5 ക്രിയാപദങ്ങളാ അവിടെയുള്ളത്. 5 ക്രിയാപദങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായിട്ട്. പെരുകി വർദ്ധിക്കും, പെരുകുക, വർദ്ധിക്കുക, ഭൂമിയെ പിന്നെ പറഞ്ഞ ഭൂമിയിൽ നിറയുക, നിറയുക മില്ലേ. പിന്നെ കബാഷ്, അവിടെ അത് സ്വന്തമാക്കുക എന്നാണ്, സ്വന്തമാക്കുക, എന്റെ അധികാരിയാവുക, കബാഷ്. പിന്നെയുണ്ട് റഥ, ഭരിക്കുക. അപ്പോ ഇത്തരത്തിലുള്ള പദങ്ങളാണ് കർത്താവ് ഉപയോഗിച്ചത്. അപ്പോ പെറു, അതാണ് പെറു, റുവു, അതാണ് ഹീബ്രുവില് പെറു, ബി ഫ്രൂട്ട്ഫുൾ. പെറു മലയാളത്തിലും പെറുക എന്നുള്ളത് തന്നെയാണ്. പെറു, ബി ഫ്രൂട്ട്ഫുൾ. അപ്പോ ഫ്രൂട്ട്ഫുൾ ആകാൻ മനസ്സില്ലായിരുന്നു, കല്യാണം കഴിക്കാൻ മനസ്സില്ല, കല്യാണം കഴിച്ചാൽ മക്കൾ ഉണ്ടാകാൻ മനസ്സില്ല, പെറാൻ മനസ്സില്ല. പിന്നെ ഉണ്ടല്ലോ ബാക്കിയുള്ളതും അതോടെ നഷ്ടമാകും എന്ന് മനസ്സിലാക്കണം. പിന്നെ വർധനവില്ല. ജനാധിപത്യ രാഷ്ട്രത്തിൽ പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല, കാരണം അവിടെ നിറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരധികാരവും ഉണ്ടാവില്ല. മക്കളില്ലാത്തവന് മണ്ണും ഇല്ല, മക്കളില്ലാത്തവന് മണ്ണും ഇല്ല. ഇന്ന് ഒത്തിരിയേറെ എന്താണ് കോലാഹലങ്ങളുണ്ട്. എല്ലാം അവര് പിടിച്ചടക്കുന്നു, അവര് പരക്കുന്നു, അവരിങ്ങനെയാവുന്നു, അവരത്, അവര് ആരാ? മക്കളുള്ളവര്. ഇത് തമ്പുരാന്റെ ഹിതമാണ്, തമ്പുരാന്റെ ഇഷ്ടമാണ്. മക്കളുള്ളവർക്കേ തമ്പുരാൻ മണ്ണും കൊടുക്കും. പണ്ട് 10ഉം 12ഉം മക്കള് ഉണ്ടായിരുന്നപ്പോ ക്രിസ്ത്യാനിക്ക് മണ്ണും ഉണ്ടായിരുന്നു. 10ഉം 12ഉം മക്കളുണ്ടായിരുന്നപ്പോ ക്രിസ്ത്യാനിക്ക് രാഷ്ട്രീയമായ ശക്തിയും ഉണ്ടായിരുന്നു. 10ഉം 12ഉം മക്കളുണ്ടായിരുന്നപ്പോ ക്രിസ്ത്യാനിക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പോ മക്കൾ വേണ്ട എന്ന ചിന്ത പ്രബലപ്പെടുന്ന ഒരു സമൂഹത്തിന് മണ്ണും നഷ്ടപ്പെടും, സാങ്കത്യം പോലും നഷ്ടപ്പെടും. ഇന്ന് കേരളത്തിൽ വളരെ ദുർബലമായ ഒരു സമൂഹമായി, പൊളിറ്റിക്കലായി ഒരു പവറുമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതൊക്കെ തന്നെയാണ്, മക്കൾ ഇല്ലാത്തത് തന്നെയാണ്. ഞാൻ ഇനി അത് മാത്രമല്ല, മക്കൾ എപ്പോഴുണ്ടാകണം എന്നാണ് പറയുന്നത്? 4-ാം വാക്യം, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, ബിനൈ നൌറീം, ബിനൈ നൌറീം എന്നാണ് ഹീബ്രുവിൽ. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. എന്താ അതിന്റെ അർത്ഥം? യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, അതായത് ഇപ്പൊ കല്യാണം കഴിക്കുമ്പോൾ തന്നെ വയസ്സ് 35, എന്നിട്ട് പിന്നെ തീരുമാനിക്കുകയാണ് ഉടനെ വേണ്ട. പിന്നെ വല്ല ദൈവ കുരുത്തം കൊണ്ട് 40 വയസ്സാകുമ്പോ ഒരു കുഞ്ഞു. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. എന്താ അതിന്റെ അർത്ഥം?
യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം കൃത്യം ഉന്നത്തിൽ കൊള്ളിക്കാൻ അവൻ അറിയാം, അവന് പറ്റും. യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം കൃത്യം ആ ടാർജറ്റിൽ കൊള്ളും. ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം ആ മക്കൾക്ക് പൂർത്തീകരിക്കാനാവുമെന്നാണ്. പക്ഷെ യൗവനത്തിൽ മക്കൾ ജനിക്കണം. അത് വളരെ എന്താണ്, ഒരു ആരോഗ്യ രംഗത്ത് തന്നെയും ബലപ്പെട്ടിട്ടുള്ള ചിന്തയാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾക്ക് ഷാർപ്പ്നെസ് ഉണ്ടാകും, കരുത്തുണ്ടാകും, അവർക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് ഇത് വളരെ ദൈവവചനം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് ഗൗരവത്തിലെടുക്കാതെ നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ സ്വാർത്ഥതയും നോക്കൂ, അത് നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മുടെ അസ്തിത്വത്തിന് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. ഹോളി ഹോം വലിയ കുടുംബങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഓർക്കുന്നു, ഈ കൊറോണ കാലത്ത് വലിയ കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആശങ്ക ഹോളി ഹോമിനുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ സംവിധാനങ്ങൾ ഒരുക്കി, സപ്പോർട്ടീവ് സംവിധാനങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ കൊച്ചു 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 കാര്യങ്ങളിലൂടെ സപ്പോർട്ടീവ് സംവിധാനങ്ങൾ ഒരുക്കാനുള്ള മനസ്സ്. പ്രിയപ്പെട്ടവരെ, വലിയ കുടുംബങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കുടുംബങ്ങൾ ഉണ്ടാകാൻ മനസ്സ് കാണിക്കാത്തൊരു തലമുറയിൽ, കുടുംബങ്ങൾ ഉണ്ടായാൽ തന്നെ അതിൽ മക്കൾ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അല്ലാത്ത കുടുംബങ്ങൾ, ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ലാത്ത കുടുംബങ്ങളാകുന്ന ഒരു തലമുറയിൽ, കുടുംബങ്ങളുടെ ആത്മഹത്യ വർദ്ധിക്കുന്ന ഒരു തലമുറയിൽ ആ ഷൈനിയുടെയും മക്കളുടെയും കാര്യം വളരെ വിഷമത്തോടെ നമ്മൾ ഓർക്കാതെ വയ്യ. ക്ഷമിക്കണം, ഞാൻ ഇത്തിരി സമയം കൂടുതലെടുത്തു. നമ്മുടെ കുടുംബം, നേരത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ, നമ്മൾക്ക് വറ്റാത്ത വീഞ്ഞൊന്നും നമ്മുടെ കയ്യിലില്ലെന്നേ. വറ്റാത്ത വീഞ്ഞൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ആരും വീഞ്ഞിന്റെ സോഴ്സ് അല്ല. വറ്റുന്നവരാണ് നമ്മൾ. സമ്പത്ത് വറ്റുന്നവര്, സ്നേഹം വറ്റുന്നവര്, ക്ഷമ വറ്റുന്നവര്, വിശ്വസ്തത വറ്റുന്നവര്. അവിടെയാണ് ദൈവത്തിന്റെ കുടുംബത്തിലെ സാന്നിധ്യം ആ കുറവിനെ നിറവാക്കി മാറ്റുന്നു. ട്രസ്റ്റ് അതാണ് അടിസ്ഥാനപരമായി ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് അടിസ്ഥാനപരമായി വേണ്ടത്. ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്. കുടുംബങ്ങൾക്ക് ട്രസ്റ്റ് ഇൻ ഗോഡ്. ട്രസ്റ്റ് ആൻഡ് മേക്ക് എ സ്റ്റെപ്പ്. വിശ്വസിച്ച് സ്റ്റെപ്പ് എടുക്കുക, വിശ്വസിച്ച് ആശ്രയിച്ച് സ്റ്റെപ്പ് എടുക്കുക. വിശ്വസിക്കാൻ പഠിപ്പിക്കുക നമ്മുടെ മക്കളെ, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുക നമ്മുടെ മക്കളെ. അതാണ് കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള ഏക വഴി. വിശ്വാസവും ആശ്രയവും, ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നേരെയാവും. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ, കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കളുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എന്തൊക്കെ നമുക്ക് ബോധ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക് കൊടുക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ
യങ് കപ്പിളിന്റെ ഇടയിൽ നമുക്ക് ഇടപെടാൻ കഴിയുമോ? അതിനെല്ലാം തയ്യാറാവുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടിസ്ഥാന സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. ആ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോഷിച്ച് സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബം നമ്മുടെ ജീവിതത്തെ ബുദ്ധിതനോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം, കർത്താവിനോടൊപ്പം വളരാൻ സഹായിക്കുന്ന കാര്യവും കൂടിയാണ്. കുടുംബം ഒരു ശ്രീകോവിലാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. ശ്രീകോവിൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് വെറുതെ ആരെങ്കിലും ഒരു പൂജാരി അവിടെ കടന്നു ചെല്ലണമെങ്കിൽ നിയോഗം കിട്ടണം. വെറുതെ നിയോഗം കിട്ടിയാൽ മാത്രം പോരാ, അദ്ദേഹം അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ശുദ്ധി വരുത്തി ക്രമപ്പെടുത്തി, വസ്ത്രധാരണം പോലും അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ട് വേണം ആ ശ്രീകോവിലേക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മളൊക്കെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചത് വെറുതെ വന്ന് പെട്ടതല്ല, മറിച്ച് ദൈവം നമ്മളെ വളരെ കൃത്യമായി വിളിച്ച അതിശ്രേഷ്ഠമായ അതിവിശുദ്ധമായ ഒരു വിളിയാണ് കുടുംബജീവിതം എന്ന വിളി. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മയും കുറവുകളും പരിമിതികളും ഒക്കെ മനസ്സിലാക്കി പഠിക്കുന്നുണ്ടോ, അതെല്ലാം കുടുംബത്തിൽ നിന്നാണ്. നന്മയുടെ ബാലപാഠങ്ങളായാലും തിന്മയുടെ ബാലപാഠങ്ങളായാലും എല്ലാം കുട്ടികൾ മനസ്സിലാക്കുന്നതും പഠിച്ചെടുക്കുന്നതും കുടുംബത്തിൽ നിന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ, അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അവൻ ജീവിക്കാൻ ആവശ്യമായ ശക്തിയും കൃപയും ഒക്കെ സ്വീകരിച്ചെടുക്കുന്നതും കുടുംബത്തിൽ നിന്ന് എന്നുള്ളതാണ്. അപ്പൊ കുടുംബം അതിശ്രേഷ്ഠമായ അതിവിശുദ്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ കുടുംബത്തെ സഭ പറയുന്നത് ഗാർഹിക സഭ എന്നാണ്. സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ്, അല്ലെങ്കിൽ സഭയെ ഒരാൾ നോക്കിക്കാണുന്നത്, സഭയെ ഒരാൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ നേരത്തെ ജോഷിയച്ചനും അബ്രാഹച്ചനൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യര് സഭയെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള പ്രത്യേകമായ അക്രൈസ്തവ വ്യക്തികളും കുടുംബങ്ങളും സഭയെ മനസ്സിലാക്കുന്നത് നമ്മളാകുന്ന കുടുംബത്തിൽ നിന്നുമാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ പ്രദേശത്ത് ഉയർത്തപ്പെട്ട ദീപമാണ്. സഭയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധം നമ്മുടെ കുടുംബത്തെ ഗാർഹിക സഭയായി, സഭയുടെ കൊച്ചു പതിപ്പായി വളർത്തിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുടുംബമെന്ന് നാം മനസ്സിലാക്കണം. കുടുംബം ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, ആ വെല്ലുവിളികളൊക്കെ സഭ നേരിടുന്ന വെല്ലുവിളികളായി മാറുകയാണ്. അല്ലെങ്കിൽ സഭ ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികളും നമ്മുടെ കുടുംബത്തിന്റെ വെല്ലുവിളികൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് വത്തിക്കാൻ വത്തിക്കാൻ കൗൺസിൽ ഈ കുടുംബവും സഭയും ഒന്നാക്കി വെക്കുകയാണ്. അത് ഒന്നുചേരുകയാണ്. അത് വേർപ്പെടുത്താൻ കഴിയാത്ത വിധം അത്രയും ഗാഢമായ ഒരു ബന്ധമുണ്ട് സഭയ്ക്കും കുടുംബത്തിനും എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. സഭയെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ കണ്ടാൽ അത് നമ്മുടെ കുടുംബമായി നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കുടുംബം ഒരു ദേവാലയം എന്നുള്ളതാണ്. നമ്മൾ ഈ സഭയുടെ പ്രബോധനങ്ങളെല്ലാം പഠിച്ചെടുക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായി കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് കുടുംബം ഒരു ദേവാലയം എന്നുള്ളത്. നമുക്കറിയാം, ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ഈ ലോകത്ത് ഏറ്റവും അധികം ആശ്വാസം കിട്ടുന്ന, ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടം അത് ദേവാലയമാണ്. അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടാകും. നമുക്ക് ഇന്നലെ ഞാൻ പോയി കുമ്പസാരിക്കും, എല്ലാ ആഴ്ചയും പോയി കുമ്പസാരിക്കുന്നതാണ്. അപ്പൊ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഈശോ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളപ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വെറുതെ പള്ളിയിൽ വന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കുക. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം അപ്പൊ ഈശോ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ദേവാലയം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. അപ്പൊ കുടുംബവും ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം വളർത്തിയെടുക്കുന്ന ഒരിടമാണ്. അപ്പൊ ഒരു കെട്ടിടം എങ്ങനെയാണ് ദേവാലയമായി മാറുന്നത്? ഒന്നാമതായി അത് കൂദാശ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ദേവാലയമായി ഒരു കെട്ടിടത്തെ കൂദാശ ചെയ്യപ്പെടുന്നത് പോലെ കുടുംബജീവിതത്തെ ദൈവം അൾത്താരയിൽ വെച്ച് കൂദാശ ചെയ്യപ്പെടുകയാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും സ്വതന്ത്രമായ മനസ്സോടും സമ്മതത്തോടും കൂടി ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിക്കാമെന്നും അത് ക്രൈസ്തവമായ വിശ്വാസത്തോടും വിശുദ്ധിയോടും നന്മയോടും കൂടി വളരാമെന്നും ആ കുടുംബം എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തെ ദൈവം ദേവാലയത്തിൽ വെച്ച് ആശീർവദിക്കുകയാണ്. അപ്പൊ അതൊരു മാമുദിസ എന്ന കുദാശ പോലെ, തൈലലേപനം
അതായത് ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളാക്കി, ദൈവത്തിന്റെ മകനും മകളുമാക്കി, തിരുസഭയിൽ അംഗമാക്കി, മറ്റു കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ട കൃപാവരം നൽകി സ്വർഗത്തിന് അവകാശികളാക്കുന്ന മാമുദിസ എന്ന കൂദാശ പോലെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടാൻ കഴിയാത്ത വിധം പരിശുദ്ധാത്മാവിനെ മുദ്ര ചെയ്യുന്ന സ്ഥൈര്യലേപനം എന്ന കൂദാശ പോലെ വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒരുമിപ്പിക്കുകയും അവരെ കൂട്ടിച്ചേർത്ത് വെച്ച് ദൈവികമായ കൃപാവരങ്ങളാൽ ആ ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന്, ദേവാലയമാകുന്നത് ഒരു കെട്ടിടത്തെ ഒരിടത്തെ ദേവാലയമായി കൂദാശ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. പ്രത്യേകമായ ഒരു ലക്ഷ്യങ്ങളോടെ അത് കൂദാശ ചെയ്യപ്പെടുകയാണ്. അപ്പൊ കുടുംബത്തെയും സ്നേഹിക്കാനും ജീവൻ നൽകാനുമുള്ള പ്രത്യേകമായ കൃപാവരത്തോടുകൂടി കുടുംബത്തെ, ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് ആശീർവദിച്ച് അതിനെ കുടുംബം എന്ന മനോഹരമായ ദേവാലയമായി സഭ പണിതുയർത്തുകയാണ്. സഭയിൽ അവിടെ കുടുംബത്തിന്റെ ദാമ്പത്യ ധർമ്മ നിർവഹണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം പഠിച്ചെടുക്കുകയാണ്, സഭ ഓർമ്മപ്പെടുത്തുകയാണ്. ദേവാലയമാകുന്ന നമ്മുടെ ദേവാലയത്തിലെ അൾത്താര പോലെ അത്രയും ശ്രേഷ്ഠവും വിശുദ്ധവും സ്നേഹദായകവും ജീവദായകവുമായ ഇടമാണ് കുടുംബത്തിൽ ദമ്പതികൾ കിടന്നുറങ്ങുന്ന വിവാഹക്കട്ടിൽ എന്നാണ് സഭയുടെ പ്രബോധനങ്ങൾ വിശുദ്ധരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും ദാമ്പത്യ ധർമ്മ നിർവഹണം, സെക്ഷുവൽ റിലേഷൻഷിപ്പ്, ശാരീരികമായ ബന്ധം, അത് സ്നേഹദായകവും ജീവദായകവുമാകുന്ന അതിവിശുദ്ധവും ശ്രേഷ്ഠവുമായ ഒന്നായി സഭ, വിശുദ്ധ ഗ്രന്ഥം, സഭയുടെ പ്രബോധനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബത്തെ നന്നായി പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പുരോഹിതനാകാൻ പോകുന്ന ഒരാളെ വളരെ ചെറുപ്പം മുതലേ ആ ഒരു പഠനത്തിൽ അതിന്റെ മഹനീയതയും ശ്രേഷ്ഠതയും പഠിപ്പിക്കുന്നത് പോലെ സമർപ്പിത ജീവിതത്തിലേക്ക് പോകുന്ന ഒരാളെ ആ സന്യാസ സമർപ്പിത ജീവിതത്തിന്റെ നന്മയും അനുഗ്രഹവും വിശുദ്ധിയും ധാർമ്മികതയും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പം മുതലേ, കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ 90%, 95% കുടുംബജീവിതത്തിലേക്ക് പോകാനായിട്ട്, പ്രവേശിക്കാനായിട്ട് അവരെ ഒരുക്കുകയും അതിനുവേണ്ടിയാണ് കൂടുതൽ എല്ലാവരും. അപ്പൊ ആ ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഇടമായ, ഏറ്റവും ജീവദായകമായ ഒരു ഇടമായ, സ്നേഹദായകമായ ഇടമായ ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനെ, ആ ഒരു ശാരീരിക ബന്ധത്തെ, ആ ദാമ്പത്യ ധർമ്മ നിർവഹണത്തെ നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ വേണ്ട വിധം പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ പുറമേ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനുമാണ് മൊബൈലിൽ നിന്നോ നെറ്റിൽ നിന്നോ മറ്റ് സാങ്കേതിക വിദ്യകളിലൂടെയോ കൂട്ടുകാരിൽ നിന്നോ സിനിമകളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന തെറ്റായ അറിവിൽ നിന്നാണ് പലപ്പോഴും കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും അനുഗ്രഹീതമായ, ദൈവത്തിന് ജന്മം നൽകാൻ മാത്രം അതിശ്രേഷ്ഠമായ ആ ദാമ്പത്യ ധർമ്മ നിർവഹണത്തെ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ കുറേയും കൂടി, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറേയും കൂടി വളരെ ചെറുപ്പം മുതലേ ഇതിനെ വളർത്തിയെടുക്കണമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിന്റെ സൂചന നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കുടുംബം ദേവാലയമായി മാറുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ ദാമ്പത്യ ധർമ്മ നിർവഹണം. പുരോഹിതൻ ജീവനില്ലാത്ത അപ്പവും വീഞ്ഞും ബലിപീഠത്തിൽ ബലിയർപ്പിച്ച് ക്രമമനുസരിച്ച് ഉചിതമായി ഉദാശ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ആ ജീവനില്ലാത്ത ഓസ്തിയും വീഞ്ഞും ജീവനുള്ള ദൈവത്തിന്റെ ശരീരവും രക്തവുമായി മാറുന്നത് പോലെ ഓരോ കുടുംബവും അവരുടെ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിലൂടെ ജീവദായകമായി മാറുകയാണ്, സ്നേഹദായകമായി മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കൂദാശകൾ പരികർമ്മം ചെയ്യുന്നവരും ദമ്പതികളാണ്. വിവാഹം ഒരു കൂദാശയാണ്. ആ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത്, ഈ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിലൂടെ ആ കൂദാശയെ ജീവനുള്ളതാക്കി മാറ്റുന്നത്, സ്നേഹമുള്ളതാക്കി മാറ്റുന്നത് ദമ്പതികൾ തന്നെയാണ്. ആ ദമ്പതികളുടെ ജീവിതം, അവർ കിടന്നുറങ്ങുന്ന ഇടം, അവർ ജീവിക്കുന്ന ആ വീട്, അത് അൾത്താരയാണ്. അവരുടെ അനുദിന ജീവിതം അത് ആത്മസമർപ്പണമാണ്. ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി
തന്നെ തന്നെ ആത്മസമർപ്പണം കാൽവരി മലയിൽ നടത്തിയതുപോലെ ദമ്പതികൾ തങ്ങളുടെ കാൽവരി മലയാകുന്ന കുടുംബജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ അവർ അന്നന്ന് അനുഭവിക്കുന്ന സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അവർ തങ്ങളുടെ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായ പൊതുജീവനെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ അനുഗ്രഹപൂർണമായ സ്നേഹജീവൻ, സ്നേഹത്തിൽ വളരാനും സ്നേഹത്തെ പരിപോഷിപ്പിക്കാനുമുള്ള അതിമഹത്തായ അവരുടെ ദൗത്യം നിർവഹിക്കുന്ന ഇടം കൂടിയാണ് കുടുംബമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠത നമ്മുടെ ഈ ദാമ്പത്യ ധർമ്മത്തിനും ദാമ്പത്യ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിന്റെ ചുവരുകൾക്കുള്ളിലുമുണ്ട് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അവരുടെ മാതാപിതാക്കൾ, ആ കുടുംബം. വാസ്തവത്തിൽ കൊച്ചുത്രേസ്യയുടെ അപ്പനും അമ്മയും വൈദികനാകാനും സിസ്റ്ററാകാനും ആഗ്രഹിച്ചയാളാണ്. പക്ഷെ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നത് കൊണ്ട് അവരെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ആ കുടുംബജീവിതത്തിൽ അവർക്കുണ്ടായ എല്ലാ മക്കളും വിശുദ്ധരും അതിശ്രേഷ്ഠരും ജീവൻ നൽകുന്നവരും ഒക്കെയായി മാറാൻ കാരണം ആ കുടുംബജീവിതത്തിന്റെ മഹനീയതയിൽ സമ്പന്നതയിൽ അവർ ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലൈംഗികതയെ വെറും ഒരു ശാരീരിക ബന്ധമായല്ല സഭ ഓർമ്മപ്പെടുത്തുന്നത്. കുടുംബജീവിതത്തിൽ അതൊരു ശാരീരികമായ സുഖവും സന്തോഷവും അല്ല, അതിലൊക്കെ അത് ഉൾച്ചേർന്നിട്ടുണ്ടാകാം. പക്ഷേ അത് അതിശ്രേഷ്ഠമായ ഒരു കൂദാശയാണ്, അതിശ്രേഷ്ഠമായ ഒരു ദൗത്യ നിർവഹണമാണ്, അതിമനോഹരമായ ജീവിതത്തിന്റെ ഒരു ഭാഗമാണതെന്ന്. അല്ലെങ്കിൽ ക്രൈസ്തവ ദമ്പതികളുടെ, വൈദികരുടെ വ്രതങ്ങളിൽ ഒന്നാണ് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. ഇതുപോലെ ക്രൈസ്തവ കുടുംബജീവിതത്തിന്റെ ബ്രഹ്മചര്യമാണ് ആ പുരുഷനും സ്ത്രീയും, ഭാര്യയും ഭർത്താവും ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ അവർ നിർവഹിക്കുന്ന ദാമ്പത്യ ധർമ്മ നിർവഹണമാണ് കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വൈദിക സമർപ്പിത ജീവിതത്തിന്റെ വിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കുന്നത് ബ്രഹ്മചര്യത്തിലാണെങ്കിൽ, കുടുംബജീവിതത്തിൽ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് തൻ്റെ ജീവിത പങ്കാളിയോട് മാത്രമുള്ള ഈ ശാരീരികമായ ദാമ്പത്യപരമായ ഈ ധർമ്മ നിർവഹണത്തിലൂടെയാണ് എന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മൂലക്കല്ലാണിത്. ആ മൂലക്കല്ല്, അതിൽ നമ്മൾ ആഴപ്പെടണം. അതുകൊണ്ട് ഒരിക്കലും ദമ്പതികൾ മാറിക്കിടക്കരുത്. അവർ ജീവിതാവസാനം വരെ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്നുറങ്ങേണ്ടവരാണ്. ആ കിടന്നുറങ്ങുന്നത് പരസ്പരം മനസ്സിലാക്കി, പരസ്പരം സ്നേഹിച്ച്. അതുകൊണ്ട് അപ്പസ്തോലൻ പറയും, ഇരുവരും വളരെ കുറച്ചു കാലത്തേക്ക് പ്രാർത്ഥനയോടെ എടുക്കുന്ന തീരുമാനപ്രകാരം ഈ ഒരു ദാമ്പത്യ ധർമ്മ നിർവഹണത്തിൽ നിന്ന് മാറി നിൽക്കണം. അത് വളരെ കുറച്ചു കാലത്തേക്ക് ഇരുവരും കൂടി എടുക്കുന്ന തീരുമാനമായിരിക്കണം. ഒരുപാട് കാലം അതിൽ നിന്ന് മാറി നിന്നാൽ തിന്മ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം പരസ്പരം കൊടുക്കുകയും കൈമാറുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുകയാണ്. ശാരീരികമായും മാനസികമായും അതിനുള്ള ഒരുക്കവും അതിന്റെ ബാക്കി ധാരാളം കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രധാനപ്പെട്ട മൂലക്കല്ലാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഈ കുടുംബജീവിതത്തിൽ ദേവാലയമാകാനുള്ള കാരണം ഒന്ന്, പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുക, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടുക, 3 നേരം കർത്താവിന്റെ മാലാഹ പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ചെല്ലുക, കുടുംബ പ്രാർത്ഥന ഉണ്ടാവുക, ദമ്പതികൾ ഒരുമിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക. അത് കുടുംബത്തെ ദേവാലയമാക്കും. വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഒരുമിച്ച് ദമ്പതികൾ പോവുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അടുത്തടുത്ത് ദമ്പതികൾ ഒരുമിച്ച് പോയി കുമ്പസാരിക്കുക, ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരുക. ഇതെല്ലാം കുടുംബത്തെ ദേവാലയമാകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ നോമ്പുകാലം അത്തരത്തിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സഹായകമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കുടുംബം ഒരു വിദ്യാലയമാണ്. ഞാൻ അധികം ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സമയം ഇച്ചിരി കൂടുതലായിട്ടുണ്ട് താനും. പ്രിയപ്പെട്ടവരെ, കുടുംബം ദേവാലയം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ പ്രഥമ അധ്യാപകരും വീട് പ്രഥമ വിദ്യാലയവുമാണ്. വിശ്വാസത്തിന്റെ പ്രബോധകരും മാതൃകകളുമാണ് മാതാപിതാക്കൾ എന്ന് മറന്നു പോകരുത്. ബാക്കി ഏതിനും അപ്പുറം വിശ്വാസത്തിന്റെ പ്രബോധകരും മാതൃകകളുമാണ്. നമുക്കറിയാം, നമ്മളൊരു വിവാഹത്തിന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ മാതാപിതാക്കൾ നന്നായി അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഭംഗിയായി പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, എങ്ങോട്ടായി പോണത്?
അത് നമ്മൾ ഇന്നയാൾ വിവാഹത്തിന് പോകും, അപ്പം ഭംഗിയായി നന്നായി പോകണം. അത് അവർ പഠിച്ച് അവർ വളരുമ്പോൾ അത് അവരെന്ത് ചെയ്യുന്നു? അപ്രകാരം നിർവഹിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിന്റെയും പ്രബോധനത്തിന്റെയും മാതൃകകളായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? സ്നേഹമാണ് പഠിപ്പിക്കേണ്ടത്, വിശ്വാസമാണ് പഠിപ്പിക്കേണ്ടത്, വിശുദ്ധിയാണ് പഠിപ്പിക്കേണ്ടത്, സന്മാർഗമാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും സന്മാർഗത്തിന്റെയും പ്രഥമ അധ്യാപകർ മാതാപിതാക്കളാണ്. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടുന്ന പ്രഥമ വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബമാണ്. സ്വാർത്ഥതയില്ലാതെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ ഒരാൾ പഠിക്കുന്ന ഇടം അത് കുടുംബത്തിൽ നിന്നാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങനെ സ്നേഹിക്കുന്നതിലൂടെ അവർ അത്തരം സ്നേഹത്തിലേക്ക് വളരുകയാണ്. ദൈവത്തോടും പരസ്പരവുമുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുന്നത് എവിടെ നിന്നാണ്? അത് കുടുംബത്തിൽ നിന്നാണ്. എല്ലാറ്റിനുപരിയായി ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണെന്ന് പഠിക്കുന്നത് അപ്പനും അമ്മയും, ഭാര്യയും ഭർത്താവും, മാതാപിതാക്കൾ ഈ ദൈവത്തിലെ ആശ്രയത്വത്തിൽ വളരുന്നത് കാണുമ്പോഴാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിലേക്ക് നോക്കുന്ന അപ്പനെയും അമ്മയെയും കാണുന്ന കുഞ്ഞ്, ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്ന കുഞ്ഞ് ആ കുടുംബത്തിൽ വളർന്നു വരുമ്പോൾ അതും ആ വിശ്വാസത്തിന്റെ ഉറപ്പിലായിരിക്കും വളരും. ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിശ്വാസം, എല്ലാ അർത്ഥത്തിലും വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പൻ എന്തുകൊണ്ടാണ് അമ്മ നൽകുന്ന ഭക്ഷണം വിശ്വസിച്ച് കഴിക്കുന്നത്? നമ്മൾ തമാശന് പറഞ്ഞാൽ പറയും, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ജോലി വെച്ച കഞ്ഞിയല്ല. ജോലി ആരാണ്? വിഷം ഭക്ഷണത്തിൽ കലർത്തി ഭർത്താവിന് കൊടുത്തയാളാണ്. നമ്മുടെ കുടുംബങ്ങളിലെ അമ്മമാർ ആരോഗ്യമുള്ള ജീവൻ ഉണ്ടാകുന്ന ഭക്ഷണമാണ് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഭർത്താവും മക്കളും വീട്ടിലുള്ളവരും അത് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള വിശ്വാസത്തിന്റെ ദൃഢത അത് കുടുംബത്തിലാണ്. വിശുദ്ധി, ഒരു കുഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് എവിടുന്ന പഠിക്കുന്നത്? ക്രൈസ്തവ കുടുംബത്തിലെ അത് പഠിക്കൂ. ലോകത്തിലെ വേറൊരു കുടുംബത്തിലും വിശുദ്ധി പ്രധാനപ്പെട്ടതാണെന്നോ വിശുദ്ധിയോടെ ജീവിക്കണമെന്നോ വളരെ കോൺക്രീറ്റ് ആയിട്ട് വളരെ ശക്തിയായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷെ ക്രൈസ്തവ കുടുംബം ഓരോ മക്കളോടും ജനിച്ചു വളർന്നു വരുമ്പോൾ തന്നെ പറയും, കുഞ്ഞെ നീ ഇത് ചെയ്യുന്നത് ഈശോയ്ക്ക് ഇഷ്ടമല്ല, വിശുദ്ധിയല്ല. നീ നുണ പറയുന്നത് വിശുദ്ധിക്ക് ചേർന്ന കാര്യമല്ല. നീ ചീത്ത വിളിക്കുന്നത് വിശുദ്ധിക്ക് ചേർന്ന കാര്യമല്ല. നീ ധിക്കരിക്കുന്നത് വിശുദ്ധമായൊരു ജീവിതത്തിന്റെ മാർഗമല്ല. ഇത് കുടുംബത്തിൽ നിന്നാണ്. അപ്പനും അമ്മയും പരസ്പരം വിശുദ്ധമായ ജീവിതത്തിന്റെ മാതൃകകളാവുമ്പോഴാണ് മക്കൾ ഈ വിശുദ്ധിയുടെ ജീവിതം കണ്ട് കേട്ട് അനുഭവിച്ച് പഠിക്കുന്നത്. നമുക്ക് മുമ്പേ ജീവിച്ചു പോയ എല്ലാ വിശുദ്ധരും വിശുദ്ധരായത് അവരുടെ കുടുംബത്തിൽ നിന്ന് അവർ പഠിച്ച് അനുഭവിച്ചറിഞ്ഞ വിശുദ്ധിയുടെ മാതൃകകളിൽ തന്നെയാണ്. ഇന്നും നമ്മുടെ കുടുംബം വിശുദ്ധർ ജീവിക്കുന്ന, വിശുദ്ധർ വളരുന്ന ഇടമാകണമെങ്കിൽ മാതാപിതാക്കൾ വിശുദ്ധിയുടെ പ്രഥമ അധ്യാപകരാണെന്നും കുടുംബം വിശുദ്ധിയെ പണിതുയർത്തുന്ന പ്രഥമ വിദ്യാലയമാണെന്നും നാം തിരിച്ചറിയണം. ജീവിതത്തിൽ എല്ലാ സന്മാർഗങ്ങളും, ക്രൈസ്തവ പുണ്യങ്ങളെന്ന് നമുക്ക് അതിനെ വിളിക്കാം, ക്രൈസ്തവ പുണ്യങ്ങളും വളരുന്നത് കുടുംബത്തിൽ നിന്നാണ്, പുറത്തു നിന്നല്ല. ഒരു വിദ്യാലയത്തിൽ നിന്നുമല്ല, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമല്ല. ഈ കുടുംബത്തിൽ വളർന്ന സന്മാർഗത്തെ കൂടുതൽ ബോധ്യമുള്ള, ഉറപ്പുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തുന്നത് ബാക്കി തുടർ പഠനങ്ങളിലൂടെയാകാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ വളർന്നു വന്ന നാമ്പ്, ഈ സന്മാർഗത്തിന്റെ നാമ്പ് എവിടെ നിന്നാണ്? അത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, നമ്മുടെ കുടുംബം വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും സന്മാർഗത്തിന്റെയും വിളനിലമാണ്. നല്ല നിലം ഒരുക്കി നമ്മൾ ഈ വിത്ത് വിതച്ചാൽ 100 മേനി ഫലമുണ്ടാകുമെന്ന് സംശയമില്ല. ദൈവസ്നേഹവും പരസ്നേഹവും സ്വയസ്നേഹവും വളരുന്നത്, ഇതിനെ പഠിപ്പിച്ച് പരിപുഷ്ടമാക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ദൈവത്തെ ഏറ്റവും ഉദാത്തമായി സ്നേഹിക്കാൻ, ചുറ്റുമുള്ളവരെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ, ദൈവം എന്നെ കാണുന്നത് പോലെ കണ്ട് വലിയ ആത്മബലത്തോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്ന്. അച്ഛൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും 2 മക്കളും വളരെ ദാരുണമായി ഒരു ട്രെയിന് മുമ്പിൽ ഇരുന്ന്
ആ ആ അവരുടെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ആ ട്രെയിൻ വരുന്നത് നോക്കിക്കണ്ട് മക്കളും അമ്മയുടെയും വിചാരവികാരങ്ങൾ എന്തായിരിക്കും? അവരുടെ കുടുംബത്തിൽ ഈ ദൈവസ്നേഹവും പരസ്നേഹവും സ്വയസ്നേഹവും ആഴപ്പെടുത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ആ മക്കൾ നഷ്ടപ്പെടാൻ കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുമ്പോൾ ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ണു നിറയണം. നമ്മുടെ കുടുംബത്തിലുള്ളത് പോലെ ഉള്ള ഒരു അമ്മയും കുഞ്ഞുമല്ലേ നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ കുടുംബവും നമ്മുടെ വീടും ഇത്തരത്തിൽ വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സന്മാർഗത്തിൽ, വിശുദ്ധിയിൽ, ദൈവസ്നേഹത്തിൽ, പരസ്നേഹത്തിൽ, സ്വയം സ്നേഹത്തിൽ വളർത്താൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നാളെ നാം കേൾക്കുന്ന വാർത്തകളൊക്കെ എത്രമാത്രം സങ്കടകരമായ, എത്രമാത്രം വേദന നിറഞ്ഞ വാക്കുകളായിരിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നമുക്ക് മുമ്പിൽ പോകുന്ന ഈ പ്രതിസന്ധികളൊക്കെ നമ്മുടെ കുടുംബത്തെ നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യം കൂടിയാണ് എന്ന് നാം മറന്നു പോകരുത്. എങ്ങനെയാണ് നമ്മുടെ കുടുംബം വിദ്യാലയമായി വളരാൻ നമുക്ക് സഹായകമാകുക? ഒന്ന്, ദൈവവചന വായനയും പഠനവുമാണ്. ആ അമ്മയുടെ കുഞ്ഞുങ്ങളുടെയും കാര്യം ഓർത്തപ്പോൾ കണ്ണു നിറഞ്ഞു പോയത്. രണ്ട്, സഭാ പാരമ്പര്യങ്ങളുടെ അനുഷ്ഠാനവും ഉപവാസവും മറ്റ് സഭാ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തവും വഴി നമ്മുടെ കുടുംബം യഥാർത്ഥ വിദ്യാലയമായി മാറുകയാണ്. സഭയെക്കുറിച്ചുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള ആഴങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ വിശുദ്ധരെ കുറിച്ച് അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യണം. കുടുംബങ്ങൾ പരസ്പര സന്ദർശനവും ആഘോഷവും ഒക്കെ വേണം. ഞാൻ ആ അമ്മയും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നല്ലൊരു സിസ്റ്റർ എഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഇനി ആരെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് 4 നേരം ഭക്ഷണം തരാനും അവരുടെ കുഞ്ഞുങ്ങളെ വളരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കാനും ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ആകും. നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഭവനങ്ങളും കോൺഗ്രിഗേഷനും ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിധം വലുതാക്കിയെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസം, അറിവ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും വളരാൻ വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എല്ലാ നന്മയെയും കൂട്ടിച്ചേർത്ത് വെച്ച് പണിതെടുക്കാൻ പറ്റുന്ന നഴ്സറിയാണ് കുടുംബം. ഞാൻ ഇതിലേക്ക് ഒട്ടുമേ പോകുന്നില്ല, കാരണം നമുക്കറിയാം എല്ലാം ബഡ് ചെയ്യുന്ന ഇടമാണ്. ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിച്ച ധാരാളം നന്മകളുണ്ട്. പക്ഷേ മറ്റനേകം കുടുംബങ്ങളിൽ നിന്ന് കണ്ട് ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഞാൻ കൊണ്ടുവന്ന് ചേർത്ത് വെച്ച ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള കുടുംബങ്ങളിൽ കാണുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ നമ്മൾ ബഡ് ചെയ്യണം. നല്ലത് ബഡ് ചെയ്തില്ലെങ്കിൽ മോശമായത് ബഡ് ചെയ്യും. അടുത്ത വീട്ടിൽ പുതിയൊരു വണ്ടി വാങ്ങുന്നത് കാണുന്ന നമ്മുടെ വീട് ചിലപ്പോഴെങ്കിലും ബഡ് ചെയ്യും. അയ്യോ, അവരത് വാങ്ങി, എന്നാൽ പിന്നെ എനിക്ക് വാങ്ങാൻ പാടില്ല, കടം വാങ്ങി നമ്മളത് ബഡ് ചെയ്യും. അടുത്ത വീട്ടിൽ വിവാഹത്തിനും മറ്റ് കാര്യങ്ങൾക്കും നടത്തുന്ന വലിയ ആഘോഷങ്ങൾ കണ്ടിട്ട് നമ്മൾ ചിലപ്പോ നമ്മുടെ ജീവിതത്തിന്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും കടം മേടിച്ച് വലിയ ആഘോഷങ്ങളിലേക്ക് പോകും. ഒരു ബഡ് ചെയ്യലാണ്. നമ്മൾ ടിവിയിലോ മറ്റിടങ്ങളിലോ കാണുന്ന ഫാഷൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ചില ബഡ്ഡിങ് നടത്തും. പ്രിയപ്പെട്ടവരെ, നെഗറ്റീവായ ബഡ്ഡിങ് അല്ല, നാശകരമായ ബഡ്ഡിങ് അല്ല, അനുഗ്രഹപ്രദമായ ബഡ്ഡിങ്, ജീവദായകമായ ബഡ്ഡിങ്, സ്നേഹം വളർത്തിയെടുക്കാൻ കഴിയുന്ന ബഡ്ഡിങ് നമ്മൾ നടത്തണം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം, ജീവിത പങ്കാളിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് നിങ്ങൾ കൈ കഴുകാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ മേശയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 1 സെക്കൻഡ് പ്രാർത്ഥിച്ച് പിതാവിനും പുത്രനും വെക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഒരു കാര്യം ബഡ് ചെയ്യുകയാണ്. ദൈവം തന്ന ഭക്ഷണത്തിന് നന്ദി പറയണമെന്ന്, ആദരവോടെ അതിനെ കാണണമെന്ന് ബഡ് ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഓട്ടോയിൽ യാത്ര ചെയ്യുന്നു, ഇറങ്ങിപ്പോകാൻ നേരത്ത് ആ ഓട്ടോറിക്ഷക്കാരനോട് ദൈവം അനുഗ്രഹിക്കട്ടെ, താങ്ക് യു ഓട്ടോ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് ചെയ്ത സേവനത്തിന് നന്ദി പറയുന്നതോടൊപ്പം ദൈവത്തെ കൊടുക്കാനും കൂടി ബഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പുതിയ നന്മകളെ ബഡ് ചെയ്യാൻ നമുക്കാവും, നമ്മുടെ കുടുംബത്തിനാകുമെന്ന് നമ്മൾ മറന്നു പോകരുത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാന്നിധ്യം ബഡ് ചെയ്യണം നമ്മുടെ കുടുംബങ്ങളിൽ എന്ന് നമ്മൾ ഓർക്കുകയാണ്. എങ്ങനെയാണ് ഇത് ബഡ് ചെയ്യാൻ കഴിയുക? ഒന്നിച്ചുള്ള ഭക്ഷണവും പ്രാർത്ഥനയും പങ്കുവെക്കലും സജീവമാകുന്നതിലൂടെ ഈ നഴ്സറി ബഡ് ചെയ്യൽ സാധ്യതമാകും.
വേദനിക്കുന്നവരുടെയും വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും കാണുകയും സന്ദർശിക്കുകയും അവരോടൊപ്പം പങ്കുചേരുകയും ചെയ്യുന്നത് വഴി ബഡ്ഡിങ് നടക്കും. സമ്പത്തിന്റെയും സമയത്തിന്റെയും കഴിവിന്റെയും എല്ലാം ഒരു ഭാഗം മാറ്റിവെച്ച് അർഹരായവരെ സഹായിക്കുന്നതിലൂടെ ഈ ബഡ് ചെയ്യലാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ ദൈവികമായ ദൈവരാജ്യത്തിന്റെ സ്വർഗീയമായ കാര്യങ്ങൾ ബഡ് ചെയ്യുന്ന ഇടമാക്കാം. കുടുംബം ദൈവം ജനിച്ചു വളർന്നു വരുന്ന ഇടമാണ്. ജോഷിയച്ചൻ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്. ദൈവം ഈ ലോകത്ത് കുടുംബത്തെ സ്ഥാപിച്ചത് താൻ ചെയ്ത ജോലി നിർവഹിക്കാനാണ്, തുടരാനാണ്. എന്താണ് ദൈവം ചെയ്ത ജോലി? അത് ജീവൻ നൽകുന്ന ജോലിയാണ്. ദൈവം എല്ലാറ്റിനും ജീവൻ നൽകി അവസാനം ദൈവത്തിന്റെ രൂപത്തിലും ഭാവത്തിലും ദൈവം മനുഷ്യന് ജീവൻ നൽകി. എന്നിട്ട് തുടർന്ന് ദൈവത്തിന്റെ ഈ രൂപവും ഈ ഭാവവും ഈ ലോകത്ത് കൊണ്ടുവരാനായിട്ട് ദൈവം മനുഷ്യനെ നിയോഗിച്ചു, ചുമതലപ്പെടുത്തി. ദൈവ സാന്നിധ്യം ഈ ലോകത്ത് വളരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് ക്രൈസ്തവ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വളരുന്നതിലൂടെ ഈ ലോകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വളരുന്ന ഇടമായി മാറും. അപ്പൊ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം തരുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ തക്കവിധം തുറവിയുള്ളവരായി, ബോധ്യമുള്ളവരായി വളർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ജീവന്റെ മൂല്യത്തെക്കുറിച്ച് അറിയുക, പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. മക്കളില്ലാത്ത ദമ്പതികളെ സന്ദർശിക്കുകയും അവരെ നമ്മോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവമാണ് മക്കളെ തരുന്നതെന്നും അവരെ സ്വീകരിക്കണമെന്നുമുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാനായിട്ടാവും. ഞാൻ ഈ മക്കൾ ജനിച്ചു വളരുന്നതിന്റെ നന്മ അടുത്തു വരുന്ന ഒരു സ്ലൈഡിൽ നമുക്ക്, നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് ആ മേഖലയിൽ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന് ഒരു ദൗത്യമേ ഉള്ളൂ, അത് പ്രേക്ഷിത കുടുംബമാണ്. അത് ദൈവം തരുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുന്നത് പ്രേക്ഷിത കുടുംബത്തിന്റെ സൂചനയാണ്. നമ്മുടെ കുടുംബം ആദരങ്ങൾ കൊണ്ട് കൃത്യവും വ്യക്തവുമായി ക്രിസ്തുവിനെ പങ്കുവെക്കുന്ന കുടുംബമാണ്. നമ്മുടെ കുടുംബം ജീവിക്കുന്നത് മുഴുവൻ കർത്താവിനെ പങ്കുവെക്കാനാണ്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാനാണ്. അത് മറന്നു പോകരുത്. അത് മറന്നാൽ കുടുംബം തകർന്നു പോകും. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കണക്കുകൾ തന്നെയാണ്. അത് അമേരിക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കണക്കുകളാണ്. 2 കുടുംബത്തെക്കുറിച്ചുള്ളതാണ്. വളരെ മോശമായി ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും. അവരുടെ കുടുംബത്തിൽ 300 വർഷങ്ങൾക്ക് ശേഷം എടുത്ത ഒരു കണക്കാണ്. അതിൽ 771 പേർ വിവിധ കുറ്റത്തിന് അറസ്റ്റിലായി. 350 അറിയപ്പെടുന്ന കുറ്റവാളികൾ 771, വിവിധ കുറ്റത്തിന് അറസ്റ്റിലായവർ 351, കൊലയാളികൾ 49, ലൈംഗിക രോഗികൾ 68, മയക്കുമരുന്നിന് അടിമകൾ 203, എയ്ഡ്സ് രോഗികൾ 3. പ്രിയപ്പെട്ടവരെ, ഒരു പ്രേക്ഷിതത്വം. അവർ ആ മോശമായി ജീവിച്ച ആ യുവാവായിരുന്ന യുവതിയായിരുന്ന ആ ദമ്പതികൾ, അവരുടെ ഒരു പ്രേക്ഷിതത്വം അവരറിയാതെ മുന്നോട്ട് പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരെന്തായിരുന്നോ അത് തുടരുകയാണ്. അത് ഈ ലോകത്തിലേക്ക് വ്യാപിക്കുകയാണ്. അപ്പൊ ഈ കടന്നു വന്ന ഈ ജനിച്ച മക്കളൊക്കെ അവരുടെ തലമുറകൾ ഇന്നെടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതേസമയം തന്നെ സംസ്കാര സമ്പന്നരായ ദൈവവിശ്വാസിയായ എഡ്വേർഡും സാറയും, അവരുടെ പേരുണ്ട്, അവരും അവരുടെ പ്രേക്ഷിതത്വം കുടുംബത്തിൽ തുടർന്നു. അവരുടെ തലമുറ, മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ കടന്നു വരുമ്പോ 196 പേര് സുവിശേഷ പ്രഘോഷകരാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം പങ്കുവെക്കുന്നവരും ജീവിക്കുന്നവരുമാണ്. സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രൊഫസർമാർ അറിവിലൂടെ, വിജ്ഞാനത്തിലൂടെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നവരായി മാറി. അമേരിക്കയിലെ സെനറ്റർമാർ 96, ജഡ്ജിമാർ 49, നീതി നിർവഹിക്കുന്നവർ, ദൈവത്തിന്റെ നീതി ഈ ലോകത്തിൽ ഫലപ്രദമായി കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായി കൃപാവരമുള്ളവർ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഒരാൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നാം തിരിഞ്ഞു നോക്കണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു സാധ്യതകൾ, നമ്മുടെ കുടുംബത്തിന്റെ ഒരു